Good morning. Okay, 16 പേരായല്ലേ? Okay, കഴിഞ്ഞ ദിവസമൊക്കെ എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കുന്നില്ലേ അന്നു തന്നെ? യെസ്. ജോലി ചെയ്യുന്നവര് ജോലി ചെയ്യട്ടെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ഹൗസ് കീപ്പിംഗ് സർവീസസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ 3 ഇമ്പോർട്ടന്റ് ഹൗസ് കീപ്പിംഗ് ടാസ്കുകള്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്, ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ലൊക്കേഷൻ ആണ്. എവിടെയായിരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്? സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. അധികം ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, അധികം പ്രാധാന്യമില്ലാത്ത സ്ഥലത്തായിരിക്കണം ഹൗസ് കീപ്പിംഗ് സർവീസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതിന്റെ ലൊക്കേഷൻ സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓർഗാനോഗ്രാം ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ലൊക്കേഷൻ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതല്ലേ? സിറ്റുവേറ്റഡ് ഇൻ എ നോൺ പ്രൈം ഏരിയ. ഓക്കെ, നെക്സ്റ്റ് ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞ എന്താ? ഓർഗാനോഗ്രാം എന്താ? റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രം അല്ലേ? അതായത് ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെയോ ആളുകളോ തമ്മിലുള്ള, ഒരു സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെന്റുകളോ ആളുകളോ തമ്മിലൊക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഓർഗാനോഗ്രാമില്, ഹൗസ് കീപ്പിംഗില് ഓർഗാനോഗ്രാമിലെ നമുക്ക് 3 ലെവലായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് ആണ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. Executive housekeeper manager, assistant executive housekeeper and floor supervisor. Then മൂന്നാമത്തെ ലെവലിലുള്ളതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അപ്പൊ 3 ലെവലുകളാണ് ഓർഗാനോഗ്രാമിനെ 3 ലെവലുകളായിട്ടാണ് അവിടെ തിരിച്ചേക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വരുന്ന ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. Executive housekeeper manager leads the department. ഡിപ്പാർട്ട്മെന്റിനെ, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്ന ആള് ആരാണ്? നയിക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ലീഡ്സ് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ആള് ആരാണ്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ ആണ്. അദ്ദേഹമാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ആള്, ലീഡ് ചെയ്യുന്ന ആള്. He or she should be able to form, control, and develop housekeeping services in the hospital. ഇനി നോക്കിയേ, പേജ് നമ്പർ ആണോ ചോദിച്ചത്? 17. He or she should be able to form. അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവ് വേണം? എബിലിറ്റി വേണം. To form. മൊഡ്യൂൾ 4-ലെ 3-ാമത്തെ ചാപ്റ്റർ, പേജ് നമ്പർ 17. ഓക്കെ, ഹൗസ് കീപ്പിംഗ് സർവീസസ്, മൊഡ്യൂൾ 4-ലെ 3-ാമത്തെ ചാപ്റ്റർ, പേജ് നമ്പർ 17. He or she should be able to form. രൂപീകരിക്കാൻ, then control, നിയന്ത്രിക്കാൻ, ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാൻ എന്ത്? ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സേവനങ്ങള് അത് രൂപീകരിക്കാനും, അതിനെ നിയന്ത്രിക്കാനും, അത് ഡെവലപ്പ് ചെയ്യാൻ, വികസിപ്പിക്കാനുമുള്ള കഴിവ് വേണം. അതായത് ആ ഹൗസ് കീപ്പിംഗ് സർവീസ്, ആ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളും രൂപീകരിക്കാൻ, കൺട്രോൾ ചെയ്യാൻ, അത് വികസിപ്പിക്കാനുള്ള കഴിവ് വേണം. ഓക്കെ, രണ്ടാമത്തെയാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസേഴ്സ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ, പിന്നെ അതുപോലെ ഫ്ലോർ സൂപ്പർവൈസർമാരും. ഓക്കെ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ഒരു മാനേജ്മെന്റ്, സീനിയർ മാനേജ്മെന്റ് റോളാണ് കേട്ടോ അദ്ദേഹത്തിന്. അസിസ്റ്റന്റ് ആണ്, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജറിന്റെ അസിസ്റ്റന്റ് ആണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ
അതുപോലെ ഫ്ലോർ സൂപ്പർവൈസർ, ഓരോ ഫ്ലോറിനെയും സൂപ്പർവൈസ് ചെയ്യാനുള്ള ആളാണ് ഫ്ലോർ സൂപ്പർവൈസർ. ആ പേരിൽ തന്നെ അറിയാം. നോക്കിയേ, trained and acquainted with the housekeeping procedure and able to manage the housekeeping staff. Trained, പരിശീലനം ലഭിച്ച ആളായിരിക്കണം. Then acquainted എന്ന് പറഞ്ഞാൽ പരിചയമുള്ള, acquainted പരിചയമുള്ള ആളായിരിക്കണം, നല്ല പരിചയം ഉണ്ടായിരിക്കണം, നല്ല ട്രെയിനിങ്, നല്ല പരിശീലനം ലഭിച്ച ആളായിരിക്കണം. ഏതില്? ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ്, ഹൗസ് കീപ്പിംഗ് നടപടികളിലൊക്കെ, ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിൽ നല്ല പരിചയമുള്ള, നല്ല പരിശീലനം ലഭിച്ച ആളായിരിക്കണം. ആൻഡ് ഏബിൾ ടു മാനേജ്, അദ്ദേഹത്തിന് എന്തിനുള്ള കഴിവ് വേണം? ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി വേണം. അദ്ദേഹത്തിന്റെ ഒരു റോളാണ് ആൻഡ് ഏബിൾ ടു മാനേജ് ദ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്. എന്താണ്? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. എന്താണ്? അവര് ആ ഒരു ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിൽ നല്ല പരിചയമുള്ള, നല്ല പരിശീലനം ലഭിച്ച ആളായിരിക്കണം. അത് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും വേണം. ഇനി മൂന്നാമത്തെയാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. മൂന്നാമതാണ് ആര്? ഏറ്റവും താഴെ ലെവലിൽ വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അവർ നോക്കിയ മോസ്റ്റ്ലി ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. ഇൻഎക്സ്പേർട്ട്, അധികം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, അല്ലെ? അധികം ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അടിച്ചു വാരാനൊക്കെ ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് ആണ്, അല്ലെ? അടിക്കാനും തുക്കാനും കഴുകാനും ഒക്കെ ഉള്ളത് വലിയ എക്സ്പേർട്ട് ആവണമെന്നില്ല, അല്ലെ? മോസ്റ്റ്ലി ഇൻ എക്സ്പേർട്ട്, അധികം പരിശീലനം ഒന്നും വേണ്ട. ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്, അവർക്ക് ശമ്പളം ഇങ്ങനെ കുറവായിരിക്കും. കുറഞ്ഞ ശമ്പളമുള്ള ഇൻ എക്സ്പേർട്ട് ആയിട്ടുള്ളവരാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. മസ്റ്റ് ബി വെൽ ഫെമിലിയർ വിത്ത് ദ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ ബൈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ട്രെയിനിങ്ങിലൂടെ അവര് അത് എങ്ങനെയാ? ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഇതൊന്നും വേണ്ട, എക്സ്പീരിയൻസ്, ഇത്ര വർഷം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അവരെങ്ങനെയാ അത് ഇതാവണത്? എക്സ്പീരിയൻസ് ആവണ എങ്ങനെയാ? അവർക്ക് വേണ്ട ട്രെയിനിങ് കാര്യങ്ങള്, അതുപോലെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ്. അങ്ങനെ മതി. അല്ലാതെ ആദ്യം തന്നെ നമ്മളിപ്പോ ജോലിക്ക് കയറുമ്പോ തന്നെ അവിടെ വലിയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും അവിടെ വേണ്ട. അതാണ് ഇൻഎക്സ്പേർട്ട് ആണ് പെയ്ഡ്, ശമ്പളം കുറഞ്ഞ ആളുകളാണ്. അതിന്റെ ലോവസ്റ്റ് പെയ്ഡ്, കുറഞ്ഞ സാലറി കിട്ടുന്ന ആളുകളാണ്. അവർക്ക് ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറെ കുറിച്ച് നല്ല എങ്ങനെയായിരിക്കും? അവർ ഫെമിലിയർ ആയിരിക്കണം. must be well familiar with the housekeeping procedure by ഏതിൽ കൂടെ? ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, പരിശീലനത്തിലൂടെ. അവർക്ക് വേണ്ട വേഗം കേട്ട് ജോലിക്കാരുടെ കയറല്ല, നമുക്ക് അതിന് മുന്നേ ഒരു ട്രെയിനിങ് പോലെ ഉണ്ടാവും. ഓരോ ടാസ്കുകൾ എങ്ങനെയാ ചെയ്യുക, ഓരോ കാര്യങ്ങൾ എങ്ങനെയാ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ വേണ്ട അവർക്ക് വേണ്ട അവയർനെസ് ക്ലാസ് പോലെ ക്ലാസ്സുകൾ കൊടുക്കും. ട്രെയിനിങ് എഡ്യൂക്കേഷനിലൂടെ ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ നല്ല രീതിയിൽ ഫെമിലിയർ ആയിരിക്കണം അവര്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? മോസ്റ്റ്ലി ഇൻ എക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. 3 ലെവലുകളാണ്. ഏറ്റവും ടോപ്പില് ആ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ആളുകളാണ് ആര്? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ. അദ്ദേഹമാണ് ഡിപ്പാർട്ട്മെന്റ് ലീഡ് ചെയ്യുന്നത്, നയിക്കുന്നത്. അപ്പൊ എന്താണ്? ഹൗസ് കീപ്പിംഗ് സർവീസ്, ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് സർവീസുകളെ രൂപീകരിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം. ഇനി അവർക്കുടെ കീഴിൽ വരുന്നവരാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറും അതുപോലെ തന്നെ ഫ്ലോർ സൂപ്പർവൈസർമാരും. അവരെന്താണ്? ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയറിൽ നല്ല പരിശീലനം ലഭിച്ച, നല്ല ഒരു പരിചയമുള്ള ആളുകളായിരിക്കണം. പിന്നെ അവിടെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവും വേണം. പിന്നെ അടുത്തതാണ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അവരെ ഏറ്റവും ലോ ലെവലില്, ഏറ്റവും താഴെ ലെവലിൽ വരുന്നവരാണ്. ഇൻഎക്സ്പേർട്ട് ആണ്, അതുപോലെ ശമ്പളം കുറഞ്ഞവരാണ്. കുറച്ച് സാലറി അവർക്കുള്ളൂ. അവർക്ക് ഈ ട്രെയിനിങ്ങിലൂടെയും എഡ്യൂക്കേഷനിലൂടെയും ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയർ അവര് നല്ല രീതിയിൽ ഫെമിലിയർ ആയിരിക്കണം.
ഓക്കെ, ഇനി അടുത്തതാണ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. ഇനി എന്തൊക്കെ ഫെസിലിറ്റികൾ അല്ലെങ്കിൽ സ്പേസ് ആണ് വേണ്ടത് ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് ആവശ്യമായിട്ടുള്ള സ്പേസ്, എന്തിനൊക്കെയുള്ള സ്പേസ് വേണം അല്ലെങ്കിൽ എന്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ വേണം. The following facility and space are needed for housekeeping. ഹൗസ്കീപ്പിംഗിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും സ്പേസുമാണ് ഈ താഴെ പറഞ്ഞേക്കുന്നത്. The following facilities and space are needed for housekeeping. ഹൗസ്കീപ്പിംഗിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി സ്പേസുമാണ് താഴെ പറയുന്നത്. അപ്പൊ നോക്കുക എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയേ. ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. ഓക്കെ, എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ആളാണ്. ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വർക്കും കാര്യങ്ങളും ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഓഫീസ് വേണം. ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. രണ്ടാമത്തെ നോക്കിയേ, ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ക്ലറിക്കൽ ജോലികൾ ചെയ്യാനായിട്ട് കണക്ക് കാര്യങ്ങള് അല്ലെ, അവിടുത്തെ ക്ലറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഏരിയ വേണം. ഇനി അടുത്ത് നോക്കിയേ, ഓഫീസ് ഫോർ ദ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. ഇനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. ആൻഡ് ഡെസ്ക് ഓഫീസ് സ്പേസ് ഫോർ സൂപ്പർവൈസർ. പിന്നെ ഈ ഡെസ്ക് അല്ലെങ്കിൽ ഓഫീസ് വേണം. ആർക്ക് ഓഫീസ് സ്പേസ് വേണം? സൂപ്പർവൈസറിന്. സൂപ്പർവൈസറിന് ഒരു ഓഫീസ് സ്പേസ്, അദ്ദേഹത്തിന് ഒരു ഓഫീസ് വേണം. അതിനുള്ള സൗകര്യവും വേണം അവിടെ. It is desirable that the floor supervisor are physically located in their concerned area of supervision where the personnel under them work. ഇനി നമ്മൾ പറഞ്ഞു ഫ്ലോർ സൂപ്പർവൈസർമാരുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അത് ഓരോ ഫ്ലോറിന്റെയും കാര്യങ്ങള് സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ അവർക്ക് എവിടെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം? ഇറ്റ് ഈസ് ഡിസറബിൾ. ഡിസറബിൾ എന്ന് പറഞ്ഞാൽ അഭികാമ്യം. അവർക്ക് എവിടെ ഇരിക്കുന്നതാന്ന് നോക്കിയേ, എവിടെയാണ് ഫ്ലോർ. ഇറ്റ് ഈസ് ഡിസറബിൾ ദാറ്റ് ദ ഫ്ലോർ സൂപ്പർവൈസർ ആർ ഫിസിക്കലി ലൊക്കേറ്റഡ് ഇൻ ദ കൺസേൺഡ് ഏരിയ. അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയ. അതായത് നോക്കിയ എന്താണ് ഫ്ലോർ സൂപ്പർവൈസർ എല്ലാവരെയും സൂപ്പർവൈസ് ചെയ്യാണ്. ആ ഫ്ലോറിലെ കാര്യങ്ങൾ മൊത്തം സൂപ്പർവൈസ് ചെയ്യാണ് അല്ലെ. അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആ സ്റ്റാഫുകളില്ലേ, വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവരുമായി ബന്ധപ്പെട്ട ഏരിയയിലായിരിക്കണം ഫ്ലോർ സൂപ്പർവൈസറിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയാം. ഫ്ലോർ സൂപ്പർവൈസറിന് എവിടെ സ്പേസ് കൊടുക്കണം? ആ ഫ്ലോർ സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ട അവരുടെ കീഴിൽ, ആ സൂപ്പർവൈസറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നവരില്ലേ, അവരെവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലായിരിക്കും. എന്തിനാ അങ്ങനെ പറയുന്നേ? എന്താണ്? സൂപ്പർവൈസറിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാര് അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയയിലായിരിക്കണം ഈ ഫ്ലോർ സൂപ്പർവൈസറിന്റെ ലൊക്കേഷൻ. എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്താണ്? വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ. എന്താണ് അങ്ങനെ പ്രത്യേക പോയിന്റ് അങ്ങനെ എടുത്തു പറഞ്ഞേക്കുന്നേ? സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്താ? എല്ലാവരും സൂപ്പർവൈസ് ചെയ്യാന്നല്ലേ. ആ സൂപ്പർവൈസർ വേറെ ബിൽഡിങ്ങിൽ പോയിരിക്കുന്നു, സൂപ്പർവൈസറിന്റെ കീഴിലുള്ള ആളുകൾ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് എപ്പോഴും നോട്ടം കിട്ടുമോ? നോട്ടം കിട്ടുമോ? സൂപ്പർവൈസർ വേറെ സ്ഥലത്താണ് ഇരിക്കണമെങ്കിൽ ഇവിടെ കുറച്ചു നേരമൊക്കെ പണിതിട്ട് പിന്നെ കുറെ നേരം ഫോൺ നോക്കിയിരിക്കോ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാതെ അവർക്ക്. അപ്പൊ ഇവരെന്താ ഇവിടെ ചെയ്യണേന്നുള്ളത് കാണണ്ടേ അല്ലേ? നമ്മള് വീട്ടിലൊരു പണിക്കാരനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മള് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് അങ്ങനെ അധികം വർക്ക് ചെയ്യിക്കാറുണ്ടോ? നമ്മൾ വീട്ടിലുള്ളപ്പോഴല്ലേ എന്താ നമ്മുടെ ഒരു നോട്ടം കിട്ടണം എപ്പോഴും. അവരവിടെ പണി തന്നെ ചെയ്യാണോ അതോ അല്ലെങ്കിൽ നമ്മള് ഒരേ ദിവസം അവർക്ക് പേയ്മെന്റ് കൊടുക്കണല്ലേ, പൈസ കൊടുക്കണല്ലേ, അപ്പൊ മര്യാദയ്ക്ക് അവര് പണി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സൂപ്പർവൈസ് ചെയ്യണ്ടേ. അല്ലാതെ നമ്മൾ വീട് അടച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് പണിക്കാർ നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാലോ അവരെത്രത്തോളം ആത്മാർത്ഥമായിട്ട് പണി ചെയ്യുന്നുള്ളത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു മേൽനോട്ടം കിട്ടാൻ അതുപോലെ തന്നെയാണ് പറഞ്ഞേക്കുന്നത്, കേട്ടെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സൂപ്പർവൈസറിന്റെ കീഴില് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് അവരെവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലായിരിക്കണം സൂപ്പർവൈസറിന്റെ ലൊക്കേഷൻ എന്ന് പറയാം. അവിടെ ആയിരിക്കണം അദ്ദേഹത്തിനുള്ള സ്പേസ് കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? അത് പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് എന്ന് തന്നെയാട്ടോ. PRSONNE പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ്. വേറെ ഒന്നുമില്ല, പേര് അറിയാം സൂപ്പർവൈസ് ചെയ്യാൻ, അവരെപ്പോഴും ഒന്ന് മേൽനോട്ടം വഹിക്കാൻ.
അടുത്ത പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകൾ വെക്കാനുള്ള സ്റ്റോറേജ് റൂം വേണം. സ്റ്റോറേജ് റൂം ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. എന്തൊക്കെയാ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ് തന്നെ? ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് ഏതൊക്കെ വരാം? ഏതൊക്കെ വരാം? മോപ്പ്. ഓക്കെ, മോപ്പ്. പിന്നെ ബ്രൂംസ് അല്ലെ, ചൂല്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മെഷീൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇതൊക്കെ വരാം അല്ലെ, ബക്കറ്റ്, കപ്പ്, ഇങ്ങനെയുള്ള എല്ലാവരും വരാം ഇതിനകത്ത്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ്. ആ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സുകള്, ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് റൂം വേണം. പിന്നെ നോക്കിയേ, സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗ് സപ്ലൈകൾ വെക്കാനുള്ള സ്റ്റോറേജ് വേണം. അതായത് ഇതൊക്കെ നമ്മുടെ ഡിറ്റർജൻസ് ഇതൊക്കെ ഇല്ലേ, ഫ്ലോർ ഒക്കെ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ബ്ലീച്ചോ സാനിറ്റൈസറോ ഡിറ്റർജന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അങ്ങനെയുള്ള ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് അത് വെക്കാനും ഒരു സ്റ്റോറേജ്, അതിന് ഉള്ള സൗകര്യം കൂടി വേണം. സ്റ്റോറേജ് ഫോർ ഹൗസ് കീപ്പിംഗ് സപ്ലൈസ്. ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കാനുള്ള സ്റ്റോറേജ് റൂം വേണം. അതുപോലെ നമുക്ക് ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് വെക്കാനുള്ള സ്റ്റോറേജ് ഏരിയ വേണം. അടുത്തതാണ് ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ്. ജാനിറ്റർ ബ്രാക്കറ്റ് നോക്കിയ ഹൗസ് കീപ്പിംഗ് ഓർ ജാനിറ്റർ ക്ലോസറ്റ്സ് ഓൺ ഫ്ലോർ. ജാനിറ്റർ ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ റൂം തന്നെയാണ് കേട്ടോ, റൂം തന്നെയാണ് അത്. ഹൗസ് കീപ്പിംഗ് സാധനങ്ങള് വെക്കുന്ന റൂമാണ് ക്ലോസറ്റ്സ് എന്ന് പറയുന്നത്, റൂം തന്നെയാണ്. എല്ലാ ഫ്ലോറിലും ഈ ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കാനായിട്ടുള്ള റൂം വേണം. ത്രൂ ഔട്ട് ദ ഹോസ്പിറ്റൽ എക്വിപ്ഡ് വിത്ത് ഫ്ലോർ സിങ്ക്. ഫ്ലോർ സിങ്ക് വേണം. ആൻഡ് സ്പേസ് ആൻഡ് ഷെൽഫ് ഫോർ ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്. കാർട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വണ്ടികള്, ബക്കറ്റ്, സപ്ലൈസ്, ഇതെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഫ്ലോറിലും ഒരു ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓർ ഹൗസ് കീപ്പിംഗ് റൂം വേണം. അല്ലാതെ നമ്മൾ ഒരു റൂമിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഒരു ബിൽഡിംഗ്, ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു 5-8 നില ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഒരു ഫ്ലോറിൽ മാത്രം, ഒരു റൂമിൽ മാത്രം വെച്ചാൽ മതിയോ സാധനങ്ങള്? എല്ലാ ഫ്ലോറിലേക്കും അവിടെ നിന്ന് എടുത്തുകൊണ്ടാവാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ടാണ് എല്ലാ ഫ്ലോറിലും വേണമെന്ന്. ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കാനായിട്ട് എല്ലാ ഫ്ലോറിലും അതിനുള്ള ഫെസിലിറ്റി വേണം. അപ്പൊ ആ ഒരു ഫ്ലോറില്, ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെ ഒരു റൂം ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ക്ലീനിങ്ങിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ ഫ്ലോറിൽ സൂക്ഷിക്കാം, നമുക്ക് ആ റൂമിൽ സൂക്ഷിക്കാൻ പറ്റും. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലും അതുപോലെ എന്താണ് ഒരു റൂം വേണം. അപ്പൊ സെക്കൻഡ് ഫ്ലോറിലേക്ക് എല്ലാ റൂമിലേക്കും ഒക്കെ ആവശ്യത്തിന് ക്ലീനിങ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ കീപ്പ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പൊ എല്ലാ ഫ്ലോറിലും വേണം. നിങ്ങൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അല്ലെ, മിക്കവാറും നമ്മള് സ്റ്റെയറിന്റെ ഒക്കെ അവിടെ ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് അല്ലെ ചെറിയ റൂം കണ്ടിട്ടില്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്, ചൂലും ബ്രഷും ബക്കറ്റും. അപ്പൊ അവിടെ നിന്നാണ് അവര് ഓരോ ദിവസവും നമ്മൾ ക്ലീനിങ്ങിന് വരുന്നത്. എന്നിട്ട് അത് ക്ലീനിങ് കഴിഞ്ഞ് അതൊക്കെ അവരവിടെ സ്റ്റോർ ചെയ്യും. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഫ്ലോറിലും വേണം ഒരു റൂം, ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓർ റൂം. ഹൗസ് കീപ്പിംഗ് സാധനങ്ങൾ വെക്കുന്ന റൂമാണ് ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് ഓർ ജാനിറ്റേഴ്സ് ക്ലോസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി as a part of daily routine, supplies for daily use on the floors and the department should be delivered to their closets daily. അതായത് ആ റൂം ക്ലോസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂം. ആ റൂമില് നേരിട്ട് ഡെലിവറി ചെയ്യുന്നു. ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ചെയ്യുമല്ലോ അവർ ക്ലീനിങ് അല്ലെ, എല്ലാ ദിവസവും അവർ വന്ന് ക്ലീൻ ചെയ്യും. അതിന്റെ ഭാഗമായിട്ട്, ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ഡെയിലി ഉപയോഗിക്കാനുള്ള സപ്ലൈ സാധനങ്ങളില്ലേ, അതെല്ലാം ആ ഫ്ലോറില്, അപ്പൊ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആണെങ്കിൽ അവിടത്തെ ആ റൂമിൽ വെക്കും. ആൻഡ് ഡിപ്പാർട്ട്മെന്റ്, ഫ്ലോർസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഡെലിവേർഡ്. കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നത് അവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂമിലേക്ക് ഡെലിവറി ചെയ്യും.
Deliver to the closets directly. നേരിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും ആ റൂമിൽ വെക്കും. ഫസ്റ്റ് ഫ്ലോറിലുള്ള ആ റൂമിൽ വെക്കും. ഇപ്പൊ സെക്കൻഡ് ഫ്ലോറിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ആ സെക്കൻഡ് ഫ്ലോറിൽ ആ ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സിൽ വെക്കും, ആ റൂമിൽ വെക്കും. നെക്സ്റ്റ് ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ സ്പേസ് ആൻഡ് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ് എന്നുള്ളതിൽ വന്നതാണ്. വായിച്ചത് നോക്കാം കേട്ടോ. എന്തൊക്കെ വേണം? എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഓഫീസ് വേണം, ക്ലറിക്കൽ വർക്കിനുള്ള ഏരിയ വേണം, പിന്നെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം, സൂപ്പർവൈസറിന് ഒരു ഏരിയ വേണം, ഹൗസ് കീപ്പിംഗ് എക്യുപ്മെന്റ്സ് വെക്കാനുള്ള ഒരു സ്റ്റോറേജ് റൂം വേണം, ഹൗസ് കീപ്പിംഗ് സപ്ലൈസ് അതിനുള്ള ഒരു സ്റ്റോറേജ് ഏരിയ വേണം. പിന്നെ എല്ലാ ഫ്ലോറിലും ഹോസ്പിറ്റലിലെ എല്ലാ ഫ്ലോറിലും ഹൗസ് കീപ്പിംഗ് ക്ലോസറ്റ്സ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂം അല്ലെങ്കിൽ ജാനിറ്റർ ക്ലോസറ്റ്സ് വേണം. ക്ലിയർ ആയില്ലേ അത്രയും പോയിന്റ്സ്? ഇനി നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ്. ഇനി എന്തൊക്കെയാ ഇവര് ചെയ്യുന്നത്? ഹൗസ് കീപ്പിംഗ് സർവീസ് നമ്മൾ പറഞ്ഞല്ലോ, അവിടെ എന്താ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ ഫങ്ഷൻസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ വേരിയസ് ടാസ്ക്. പല ടാസ്കുകൾ ഇവർ ചെയ്യുന്നുണ്ട്, അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് അവർക്ക്. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ ഫങ്ഷൻ. ഒന്നാമത്തെയാണ് ഡെയിലി ക്ലീനിങ്, ദിവസേനയുള്ള ക്ലീനിങ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ അറിയാം അല്ലെ, എത്ര പ്രാവശ്യമാണ് അവരവിടെ ക്ലീൻ ചെയ്യുന്നത്. പോപ്പിയിലൊക്കെ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവരിങ്ങനെ പുറകെ ഇങ്ങനെ ഓരോ സമയം ഇടവിട്ട് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കും അല്ലെ, അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കൂലേ. അതെന്താ? ഡെയിലി ക്ലീനിങ് ആണ്, എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ദിസ് കൺസിസ്റ്റ് ഓഫ്, അപ്പൊ ഇവിടെ നോക്കാം ഡെയിലി ക്ലീനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ദിസ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർ. സ്വീപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തൂത്തുവാരുക, അടിച്ചു വാരുക. ആൻഡ് മോപ്പിംഗ് തുടയ്ക്കുക ഫ്ലോർ. അതാണ് ഒന്നാമത് ഡെയിലി ചെയ്യുന്ന കാര്യം. കറകളൊക്കെ അടിച്ചു വാരി തുടയ്ക്കും. നമ്മൾ ചെയ്യാറില്ലേ? ഡെയിലി ക്ലീനിങ് ചെയ്യാറില്ലേ? നമ്മളെ വീട്ടില് എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കും. തുടച്ചില്ലെങ്കിലും അടിച്ചു വാരില്ല എല്ലാ ദിവസവും. ഓക്കെ, പിന്നെ അടുത്ത് നോക്കിയേ ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സ്. ഫർണിച്ചറിലെ പൊടികളൊക്കെ എന്ത് ചെയ്യും? തട്ടും. ഡസ്റ്റിംഗ് ഫർണിച്ചേഴ്സ്. Then cleaning fixed walls. ഫിക്സഡ് വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്നതാട്ടോ. അത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ ഷെൽസുകളൊക്കെ ഇല്ലേ, ഇപ്പൊ വാളില് ഭിത്തിയില് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഇത് ഫിക്സഡ് വാൾസ്, അതെല്ലാനും ക്ലീൻ ചെയ്യും. ഉറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്ന സാധനങ്ങളാണ് ക്ലീനിങ് ഫിക്സഡ് വാൾസ്. ഫിക്സ് ചെയ്തിരിക്കുന്ന വാളില് ഫിക്സ് ചെയ്തിട്ടുള്ള ഇതൊക്കെ ക്ലീൻ ചെയ്യും. പിന്നെ അടുത്തത് സീലിംഗ്, മുകളില് സീലിംഗ് ഒക്കെ ക്ലീൻ ചെയ്യും. വിൻഡോസ് ആൻഡ് ബാത്റൂം, വിൻഡോസ് ജനലുകളും ബാത്റൂമും ഒക്കെ ക്ലീൻ ചെയ്യും. എംപ്റ്റി ട്രാഷ് ട്രാഷ് എന്ന് പറഞ്ഞാൽ ചവറ്റുകുട്ട. എംപ്റ്റി ട്രാഷ്, ഈ ചവറ്റുകുട്ടിയൊക്കെ അവര് കാലിയാക്കും. ചെയ്യാറില്ലേ? ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ആകുമ്പോൾ അവർ അടിച്ചു വരാൻ വരുമ്പോൾ അവർ ആ വേസ്റ്റും കൂടി ഒപ്പം എടുത്തോണ്ട് പോകില്ലേ? നമ്മുടെ ബാസ്ക്കറ്റിൽ നിന്നൊക്കെ ഉള്ള വേസ്റ്റുകളും എന്താ ക്ലീൻ ചെയ്യും. അതാണ് എംപ്റ്റി ആക്കും. ചവറ്റുകുട്ടകള് കാലിയാക്കും. ആൻഡ് ഡിഫോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ ഇൻ നേഴ്സിംഗ് സ്റ്റേഷൻ എന്നുവെച്ചാൽ ഈ നേഴ്സിംഗ് സ്റ്റേഷനിലെ റെഫ്രിജറേറ്റേഴ്സ്, മരുന്നുകളൊക്കെ കോൾഡ് ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്ന മരുന്നുകളൊക്കെ ഇല്ലേ, മരുന്നുകളൊക്കെ ഇതൊക്കെ അങ്ങനെ. അപ്പൊ അതിന് വേണ്ടി റെഫ്രിജറേറ്റർ ഉണ്ടാവും, അവിടെ ഫ്രിഡ്ജ് ഉണ്ടാവും. ഡിഫോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ ഇൻ നേഴ്സിംഗ് സ്റ്റേഷൻ. നേഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്റർ ഡിഫോസ് ചെയ്യാന്ന് വെച്ചാൽ ഐസൊക്കെ മാറ്റി തുടച്ച് വൃത്തിയാക്കും. നമ്മുടെ വീട്ടിലും ഫ്രിഡ്ജിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യാറില്ലേ? കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഐസ് പിടിച്ചിരിക്കും അല്ലെ ഫ്രീസറിലൊക്കെ. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അതൊക്കെ ഐസൊക്കെ മാറ്റി ഒക്കെ തുടച്ച് വൃത്തിയാക്കും. അതും ഡെയിലി ക്ലീനിങ്ങിൽ വരുന്ന. എന്തൊക്കെയാ അവിടെ ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത്? ഡെയിലി ക്ലീനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് കേട്ടോ? സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർ, തറകള് തൂത്തുവാരി അല്ലെങ്കിൽ അടിച്ചുവാരി തുടയ്ക്കുന്നു. ഡസ്റ്റിംഗ് ഫർണിച്ചറിലെ പൊടികളൊക്കെ തട്ടുന്നു. ക്ലീനിങ് ഫിക്സഡ് വാൾസ്, ഉറപ്പിച്ചിരിക്കുന്ന ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ നമുക്ക് ഭിത്തിയിൽ തന്നെ ഷെൽസുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ ക്ലീൻ ചെയ്യുന്നു.
പിന്നെ വിൻഡോസ്, ബാത്റൂം ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നു. ചവറ്റുകുട്ടകളൊക്കെ കാലിയാക്കുന്നു. പേജ് നമ്പർ 18 അല്ലേ. ആൻഡ് ഡീഫോസിംഗ് റെഫ്രിജറേറ്റർ ഇൻ നഴ്സിംഗ് സ്റ്റേഷൻ. നഴ്സിംഗ് സ്റ്റേഷനിലെ റെഫ്രിജറേറ്ററിലൊക്കെ ഐസ് മാറ്റി തുടച്ച് വൃത്തിയാക്കുന്നു. ഇനി അടുത്തതാണ് പീരിയോഡിക് ക്ലീനിങ്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്, എല്ലാ ദിവസവും അല്ല കേട്ടോ. പീരിയോഡിക് ക്ലീനിങ്ങിന് ചെയ്യുന്ന കാര്യങ്ങള് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെല്ലാം? ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്. വിൻഡോസ് കഴുകുന്നു. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീട് അടിച്ചു വരുമ്പോൾ ജനലൊക്കെ കഴുകാറുണ്ടോ? നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്ന കാര്യം അല്ലേ. കുറെ പൊടിയൊക്കെ പിടിച്ചു വരുമ്പോ ജനലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. അല്ലെങ്കിൽ കഴുകില്ല, തുടച്ച് വൃത്തിയാക്കും. നന്നുള്ള തുണി കൊണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കും. നോക്കിയേ എന്തൊക്കെയാ? വാഷിംഗ് വിൻഡോസ്, വിൻഡോസ് വാഷ് ചെയ്യുക. വാക്സിംഗ് ഫ്ലോർ, വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ. ഇവിടെ ഒന്ന് എഴുതി വെച്ചോ, ഡീപ്പ് ക്ലീനിങ്. ഡീപ്പ് ക്ലീനിങ്, ഡീപ്പ് ക്ലീനിങ്, വാക്സിംഗ് ഫ്ലോർ. നമ്മളും അങ്ങനെയല്ലേ? എല്ലാ ദിവസവും അടിക്കുന്നതും ആഴ്ചയിൽ ഒരിക്കലും അടിക്കുന്നതും വ്യത്യാസമില്ലേ? എല്ലാ ദിവസവും അടിക്കുമ്പോ നമ്മൾ കട്ടിലിന്റെ അടിയിലൊക്കെ അടിച്ചു വാരി തുടയ്ക്കാറൊക്കെ ഉണ്ട് എല്ലാ ദിവസവും അല്ലെ. അതൊക്കെ നമ്മുടെ വീക്കിലി ഒക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ വെറുതെ ഒന്ന് അടിച്ചുകൊണ്ട് പോകും. അത് ശനി ഞായറും ആണ് അവര് ക്ലീനിങ് അല്ലെ. ശനി ഞായർ സൺഡേ ക്ലീനിങ്ങിലുള്ള ഡേ ആണ് അല്ലെ. അപ്പൊ അന്നേരം നല്ല എല്ലാ ബുക്കും മൂലയും ചേർത്തൊക്കെ അടിച്ച് വാരി തുടച്ച് അല്ലെ. ആ ഫർണിച്ചർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയൊക്കെ വീക്കിലി വൺസ്, ആഴ്ചയിൽ ഒരിക്കല് അല്ലെ. അതാണ് പീരിയോഡിക്, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് അങ്ങനെ ഡീപ്പ് ക്ലീനിങ്. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യും, പക്ഷെ വാക്സിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ആട്ടോ. തറ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന ആളല്ലേ. അടുത്ത് നോക്കി, ക്ലീനിങ് കാർപ്പറ്റ്സ്. ക്ലീനിങ് കാർപ്പറ്റ്സ്, കാർപ്പറ്റ് ചവിട്ടികൾ ക്ലീൻ ചെയ്യും. നമ്മൾ എല്ലാ ദിവസവും എടുത്ത് ചവിട്ടി കഴുകാറുണ്ടോ? നിങ്ങൾ കഴുകാറുണ്ടോ? എല്ലാ ദിവസവും ചവിട്ടിയൊക്കെ ഇല്ല അല്ലെ. അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാറുള്ളൂ. ക്ലീനിങ് കാർപ്പറ്റ്, ചവിട്ടികളൊക്കെ ക്ലീൻ ചെയ്യും. നെക്സ്റ്റ് നോക്കി, ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്. ഇനി ഉയർന്ന, അതായത് സീലിംഗ് ഒക്കെ വല്ല പൊടി ഉയർന്ന ഇതിപ്പോ ചെറിയ താഴെയൊക്കെ ഉള്ളതാണ് നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. പക്ഷെ മുകളിലൊക്കെ നമ്മൾ എന്താണ് ഹൈ സീലിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ആഴ്ചയിൽ ഇതുപോലെ പ്രാവശ്യമാണ് മാറാതെ ഇതൊക്കെ അടിച്ച് പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കും. ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പറീസ്. ഡ്രൈപ്പറീസ് എന്ന് പറഞ്ഞാൽ തുണിത്തരങ്ങള്, അതായത് ഇപ്പൊ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റുന്നു. ചേഞ്ചിങ് തുണികള് ഇതൊക്കെ മാറ്റുന്നു എന്നുള്ളത്. ഇപ്പൊ കർട്ടനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതാവും. ബെഡ്ഷീറ്റ് ഒക്കെ മിക്കവാറും എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്തോ ഒന്നരാളിട്ടോ ഒക്കെ മാറ്റാറുണ്ട് ഹോസ്പിറ്റലിൽ. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പേഷ്യന്റിനെ അനുസരിച്ചിരിക്കും. ചില ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും മാറ്റും, ചിലത് ഒന്നരാടൊക്കെ മാറ്റാറുണ്ട്. ഡ്രൈപ്പറീസ് തുണിത്തരങ്ങൾ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം പീരിയോഡിക് ക്ലീനിങ്ങിൽ വന്നതാണ്. മനസ്സിലാക്കി വെക്കുക കേട്ടോ, ഏതൊക്കെയാണ് പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നത്. വാഷിംഗ് വിൻഡോ, വാക്സിംഗ് ഫ്ലോർ, ക്ലീനിങ് കാർപ്പറ്റ്, ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രൈപ്പറീസ്. ഇത് പീരിയോഡിക് ക്ലീനിങ്ങിന്. ഇനി അടുത്തതാണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ചവറ്റുകുട്ട, വേസ്റ്റ് ബാസ്കറ്റ് ആണ് ട്രാഷ്. ആൻഡ് ഗാർബേജ്, ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താ? മാലിന്യം. റിമൂവൽ, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യും. ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. Trash and garbage removal. This include collecting trash and garbage from various points within the hospital. ഇതിനകത്ത് എന്താ ഉൾപ്പെടുന്നത്? ഹോസ്പിറ്റലിലെ പല ഏരിയകളില് നിന്നുള്ള വേസ്റ്റുകള്, ട്രാഷ് ചവറ്റുകുട്ടകള്, അതിനുള്ള വേസ്റ്റുകള് ഇതൊക്കെ കളക്ട് ചെയ്യും, അതൊക്കെ ശേഖരിക്കുന്നു. ആൻഡ് മൂവിംഗ് ദം ടു ദ ഇൻസിനറേറ്റർ ഡംപ്സ്റ്റർ. ഇൻസിനറേറ്റർ ഡംസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞാൽ കത്തിക്കുക, ഡംസ്റ്റർ അതൊക്കെ കത്തിക്കാനായിട്ടൊരു ബിൻ പോലെ ഉണ്ടാവുമല്ലോ. വേസ്റ്റുകളൊക്കെ അതിന് ഓരോന്നിനെയും തരംതിരിച്ച് അതിന് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിക്കുക എന്നുള്ള ഒരു മീനിങ് ആട്ടോ. ഡംസ്റ്റർ അത് കൊടുത്തേണ്ടേ വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബിഷ്. നമുക്ക് ഈ മാലിന്യങ്ങളൊക്കെ നമുക്ക്
ഇടാനായിട്ട് കുപ്പക്കൂന എന്ന് പറയില്ലേ, മാലിന്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള വലിയ കണ്ടെയ്നർ, അതിലേക്ക് വേസ്റ്റുകളൊക്കെ തരംതിരിച്ചിട്ട് അത് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യും. അതും ഏതിലാ? ഹൗസ് കീപ്പിങ്ങിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. എന്താണ്? ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു, മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ഒരു ചെറിയ വീട്ടിൽ ഒരു ദിവസം എത്രത്തോളം വേസ്റ്റാ വരുന്നത്, അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം വേസ്റ്റുകൾ ഉണ്ടാകാം അല്ലെ? അതിനെയൊക്കെ പ്രോപ്പർ ആയിട്ട് അവർ തിരിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളയും, നശിപ്പിച്ച് കളയും. ഇനി അടുത്തതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? ഇൻക്ലൂഡ് ക്ലീനിങ് ദ പേഷ്യന്റ് റൂം ആഫ്റ്റർ ഡിസ്ചാർജ്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയതിനു ശേഷം റൂം ക്ലീൻ ചെയ്യുന്നതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. അല്ലെ? നമ്മള് ചിലപ്പോ പറയാ, അവര് ചിലപ്പോ പറയും അയ്യോ റൂം കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടോ, റൂം ക്ലീൻ ചെയ്തേ ഉള്ളൂ, ഇപ്പൊ ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയുള്ളൂ. എന്താ ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ? ഡീപ് ക്ലീനിങ് തന്നെയാ. സാധാ എല്ലാ ദിവസവും ചെയ്യണമല്ലോ അല്ലല്ലോ. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞ് ക്ലീനിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും അല്ലെ? എല്ലാരും ഒന്നുകൂടി നീറ്റ് ആക്കി അടുത്തൊരു പേഷ്യന്റിന് വരാൻ പാകത്തിന് അത് റെഡി ആക്കണം. അതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ് ക്ലീനിങ് the patient room after the discharge. ഡിസ്ചാർജിന് ശേഷം പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യാണ്. അത് നോക്കിയാൽ ട്രാൻസ്ഫർ ടു ഓഫ് എ പേഷ്യന്റ് ആൻഡ് മേക്കിംഗ് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. അല്ലെ? ഒരു പേഷ്യന്റ് പോയി, അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എന്താ? അടുത്ത പേഷ്യന്റിന് റെഡി ആക്കാണ്. ആ റൂം ഉപയോഗിക്കാൻ അടുത്ത പേഷ്യന്റിന് റെഡി ആക്കുന്നു. അതാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Dash cleaning the patient room after the discharge or transfer of patient and making it ready for another patient. വേറൊരു പേഷ്യന്റിന് ആ റൂം റെഡി ആക്കാണ്. അത് എന്ത് വരുന്നതാണ്? ഡിസ്ചാർജ് ക്ലീനിങ്ങിൽ വരുന്നതാണ്. അപ്പൊ അവിടെ ചോദിക്കും കേട്ടോ, അവിടെ ഡെയിലി ക്ലീനിങ് ഓപ്ഷൻ ഉണ്ടാവും, പീരിയോഡിക് ക്ലീനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ചാർജ് ക്ലീനിങ്. ഇത് കണ്ടാൽ തന്നെ അറിയാം പേഷ്യന്റ് ഡിസ്ചാർജ് ആയി അടുത്ത പേഷ്യന്റിന് വേണ്ടി റൂം റെഡി ആക്കുന്നു. അതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. ഇനി അടുത്ത നോക്കിയേ, എക്സ്റ്റർമിനേഷൻ ഓഫ് ബഗ്സ് ആൻഡ് പെസ്റ്റ്. ബഗ് കീടങ്ങളെയും പ്രാണികളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നു. എക്സ്റ്റർമിനേഷൻ നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക. ബഗ്സ് ആൻഡ് പെസ്റ്റ്, കീടങ്ങളെയും ചെറിയ പ്രാണികളെയും ഒക്കെ ഉന്മൂലനം ചെയ്യുന്നു. അടുത്തത് ആറാമത്തെ, പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എൻഷുറിങ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ. ഇനി ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് തടയും, പ്രിവെന്റ് ചെയ്യും. പ്രിവെന്റിങ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ അല്ലെ? ഇങ്ങനെയുള്ള ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ മൈക്രോബ്സ് ഉണ്ടാവും, സൂക്ഷ്മാണുക്കൾ ഉണ്ടാവാം, അതിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യാം അല്ലെ? അപ്പൊ ഇവരെന്താ ചെയ്യുന്നേ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു? എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയാനായിട്ട്, അതിനല്ലേ ക്ലീൻ ചെയ്യുന്നത്. ആൻഡ് എൻഷുറിങ്, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തുക. കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ലൊരു രോഗി പരിചരണത്തിന് നല്ലൊരു കണ്ടീഷൻ ഉറപ്പുവരുത്തുന്നു. ആൻഡ് എൻഷുറിങ് കണ്ടീഷൻസ് ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ലൊരു രോഗി പരിചരണത്തിന് നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള, ജെൽ ഫ്രീ ആയിട്ടുള്ള, ഇൻഫെക്ഷൻ ഇല്ലാത്ത നല്ലൊരു അന്തരീക്ഷം, ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? ഉറപ്പുവരുത്തുന്നു. അടുത്തതാണ് ഏഴാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റ്സ് നനയ്ക്കുന്നു. വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഫങ്ഷൻസ്. ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഡിസ്ചാർജ് ക്ലീനിങ്, extermination of bugs and pests, then preventing spread of infection and ensuring condition for good patient care, then watering indoor plants. Clear ആണോ? നോക്കി. ഓക്കെ, പെട്ടെന്ന് തന്നെ കമ്പിട്ടല്ലോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ഓക്കെ, ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഇനി ഹൗസ് കീപ്പിംഗിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്നാമത്തെയാണ് ഇൻ ഹൗസ് സർവീസ്.
in-house service or in-sourcing services. In-sourcing services അല്ലെങ്കിൽ in-house services. അതെന്താ? in-house ഇതിന്റെ ഉള്ളിലോ ഹോസ്പിറ്റലിലോ ഉള്ളിലുള്ള സ്റ്റാഫുകൾ അവര് തന്നെ ചെയ്യുന്നത്. Then outsourcing services എന്ന് പറഞ്ഞാൽ എന്താ? പുറമെ നമ്മൾ റെന്റിന് കരാറിനൊക്കെ കൊടുക്കൂലേ, ക്ലീനിങ് കാര്യങ്ങൾക്കൊക്കെ കരാറിന് കൊടുക്കുന്നത്, പുറമെ നമ്മൾ കരാറിനൊക്കെ ആയിട്ട് ചെയ്യുന്നത് ഔട്ട്സോഴ്സിങ് സർവീസസ്. ഏതൊക്കെയാണ്? 2 തരത്തിലുണ്ട് ഹൗസ് കീപ്പിംഗ് സർവീസുകൾ, ഇൻഹൗസ് സർവീസസും ഔട്ട്സോഴ്സിങ് സർവീസസും. ഇൻഹൗസ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താ? നിലവിലുള്ള ഹോസ്പിറ്റലില് നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്ന രീതിയാണ് ഇൻഹൗസ് സർവീസസ്. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലെ നിലവിലുള്ള എംപ്ലോയീസ് സ്റ്റാഫ് അവരെ തന്നെ ആ ക്ലീനിങ് ജോലി ഏൽപ്പിക്കുന്നതാണ് ഇൻഹൗസ് സർവീസസ്. ക്ലിയർ ആയോ? ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ജോലി ചെയ്യാനായിട്ട് ഒരു പുറം കമ്പനിയെയോ അല്ലെങ്കിൽ ഒരു കരാറുകാരനെയോ നിയമിക്കുന്നതാണ് കോൺട്രാക്ടർ. ആ കരാറുകാരനെയോ നിയമിക്കുന്ന അതാണ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇൻഹൗസ് സർവീസസും ഔട്ട്സോഴ്സിംഗ് സർവീസസും. ഇൻഹൗസ് സർവീസസ്, ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇൻഹൗസ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഹോസ്പിറ്റലിൽ നിലവിലുള്ള ജോലിക്കാരെ ജോലി ഏൽപ്പിക്കുന്ന രീതി. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൗസ് കീപ്പിംഗ് സർവീസിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ കോൺട്രാക്ടറിനെയോ അല്ലെങ്കിൽ പുറം കമ്പനിയെയോ നിയമിക്കുന്ന രീതി. ഇനി ഇവിടെ ഈ ടേബിൾ ഒന്ന് നോക്കാം, ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. എന്തൊക്കെയാണ് ആ ഡിഫറൻസ് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇൻഹൗസ് സർവീസസും ഔട്ട്സോഴ്സ് സർവീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞേക്കുന്നത്. എണ്ണത്തിന്റെ കാര്യത്തില്, സ്റ്റാഫിന്റെ എണ്ണത്തിന്റെ കാര്യത്തില്, അവരുടെ കൺട്രോൾ നിയന്ത്രണത്തിന്റെ കാര്യത്തില്, ഡിസിപ്ലിൻ അച്ചടക്കത്തിന്റെ കാര്യത്തില്, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, ലീവ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, അത് എൻഷുറിംഗ് ക്വാളിറ്റി. അപ്പൊ ഇങ്ങനെ ഇതാണ് ബിൻസ്. അപ്പൊ ഇലമെന്റ്സ് ആണ് നമ്പറിന്റെ കാര്യം. ഇൻഹൗസ് സർവീസില് നമ്പർ എങ്ങനെയാ? ഫിക്സ്ഡ് ആസ് പെർ ഓതറൈസേഷൻ, അംഗീകാരം അനുസരിച്ച്. ഓതറൈസേഷൻ അനുമതി അല്ലെ? ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിന്റെ അംഗീകാരം അനുസരിച്ച് ഫിക്സ്ഡ് ആയിരിക്കും, സ്ഥിരമായിരിക്കും സ്റ്റാഫുകൾ. കുറവ് കൂടുതലൊന്നും ഉണ്ടാവില്ല. എല്ലാ ദിവസവും എങ്ങനെയാണ്? ഫിക്സ്ഡ് സ്റ്റാഫുകളായിരിക്കും. അപ്പൊ ഒന്നാമത്തെ നമ്പറാണ് പറഞ്ഞേക്കുന്നത്. അംഗീകാരം അനുസരിച്ച് ഓതറൈസേഷൻ അനുസരിച്ച് എങ്ങനെയാ സ്റ്റാഫുകളുടെ നമ്പർ എങ്ങനെയായിരിക്കും? ഫിക്സ്ഡ് ആണ്. ഇൻ ഹൗസില് ഫിക്സ്ഡ് ആണ്. ഔട്ട്സോഴ്സ് സർവീസസിലോ ക്യാൻ വേരി ഡിപെൻഡിങ് ഓൺ വർക്ക് ലോഡ് അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പൊ ജോലി കൂടുതലാണെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും, കുറച്ച് ജോലിയുള്ളെങ്കിൽ കുറച്ച് സ്റ്റാഫുകൾ മതിയാകും അല്ലെ? നമ്മൾ കോൺട്രാക്ടർ കൊടുക്കുക, എത്രത്തോളം വർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. വലിയ വർക്കാണ് കോൺട്രാക്ടറായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ കുറെ സ്റ്റാഫുകൾ ഉണ്ടാവാം, ജോലിക്കാരുണ്ടാവാം. കുറച്ച് ചെറിയ വർക്കൊക്കെ ഉള്ളെങ്കിൽ കുറച്ച് പേര് മതി. അവിടെ നമ്മൾ ഫിക്സ്ഡ് അല്ല. എങ്ങനെയാ? ക്യാൻ വേരി, വ്യത്യാസപ്പെടും. ഇതിനനുസരിച്ചിട്ടാണ് ഡിപെൻഡിങ് ഓൺ വർക്ക് ലോഡ്. മനസ്സിലായോ? Can vary depending on workload. Workload അനുസരിച്ച് ഇവിടെ വ്യത്യാസപ്പെടും. നെക്സ്റ്റ് നോക്കി, കൺട്രോൾ നോക്കി. കൺട്രോൾ എങ്ങനെയാണ്? ഇവിടെ ആരാണ്? ഇൻഹൗസ് സർവീസില് സ്റ്റാഫുകളുടെയൊക്കെ കൺട്രോൾ എങ്ങനെയാണ്? ഡയറക്റ്റ് കൺട്രോൾ. ആ ഹോസ്പിറ്റലിന്റെ അധികം അഡ്മിനിസ്ട്രേഷന്റെ നേരിട്ടുള്ള നിയന്ത്രണമാണ് ഡയറക്റ്റ് കൺട്രോൾ. ഇവിടെ ആരാണ്? ഔട്ട്സോഴ്സ് സർവീസിൽ കൺട്രോൾ ചെയ്യുന്ന ആരാ? സ്റ്റാഫിനെയൊക്കെ ത്രൂ കോൺട്രാക്ടർ. കൺട്രോൾ എങ്ങനെയാ? കോൺട്രാക്ടർ വഴിയാണ്. ത്രൂ കോൺട്രാക്ടർ വഴിയാണ് അവിടെ സ്റ്റാഫുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഡിസിപ്ലിൻ. ഇനി ഡിസിപ്ലിൻ എങ്ങനെയാ? അച്ചടക്കം എങ്ങനെയാ? ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. നീണ്ട ഭരണ പ്രക്രിയയാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേഷന്റെ
അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ് ഡിസിപ്ലിൻ, നീണ്ട ഭരണ പ്രക്രിയ. അല്ലെങ്കിൽ ഇതാണ് ഇവിടെ നോക്കിയ ആരുടെയാണ് ഡിസിപ്ലിൻ, ആരുടെ ഉത്തരവാദിത്തമാണ്? കോൺട്രാക്ടർ. റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ, അവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എന്താണ്? കോൺട്രാക്ടറിന്റെ ഉത്തരവാദിത്തമാണ്. കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ ഡിസിപ്ലിൻ. റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ, കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ് നോക്കിയേ, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി, തുടർച്ച. Assures hence standard of services can be more stable. നമുക്ക് അഷ്യൂർ ചെയ്യുന്നു, ഇവിടെ സ്റ്റാഫിന്റെ കണ്ടിന്യൂറ്റി നമ്മൾ ഉറപ്പ് നൽകുന്നു. അഷ്യൂർ ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു. എങ്ങനെയാണ് അവിടെ എന്ന് വെച്ചാൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത് സർവീസ്. ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ്, ആ സർവീസ് അവർ ചെയ്യുന്ന സേവനം അതിന്റെ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി സ്റ്റേബിൾ ആയിരിക്കും, മോർ സ്റ്റേബിൾ. സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ, കൂടുതൽ സ്ഥിരതയുള്ളതായിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. ഇവിടെ ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയാ? സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, സ്റ്റാഫുകൾ മാറാം. ഈ പ്രാവശ്യം വരുന്ന സ്റ്റാഫുകളല്ല അടുത്ത പ്രാവശ്യം വന്നത്. ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി, സർവീസിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെടും. ഈ ഇവിടെ നമ്മൾ ഇൻഹൗസിലാണെങ്കിൽ, ഇൻഹൗസ് സർവീസിലാണെങ്കിൽ സ്ഥിരം സ്റ്റാഫുകളായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻഡേർഡ് എന്നും സ്ഥിരമായിട്ട് തന്നെ നിൽക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറിന് അനുസരിച്ച് ഈ പ്രാവശ്യം കൊടുക്കുന്ന കോൺട്രാക്ടർ ആവില്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യം കൊടുക്കുന്നത്. അപ്പൊ കോൺട്രാക്ടറിനെ ബേസ് ചെയ്തിട്ട് വ്യത്യാസം വരാം, സ്റ്റാൻഡേർഡ് വ്യത്യാസം വരാം. ഹെൻസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി. സ്റ്റാഫ് മാറും, സ്റ്റാഫ് മാറുന്നതിന്റെ അനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി, സർവീസിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസം വരാം. നമ്മൾ വീട്ടിൽ പണിക്ക് നിർത്തുമ്പോ ഇപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഒരേപോലെ ആയിരിക്കുമോ? അത് കുറച്ചൊക്കെ പണിക്കാരനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആളുകൾ വന്നാൽ നല്ലോണം പണിയും അല്ലെ, ഒരു സമയം പോലും പാഴാക്കാതെ പണിയും. ചിലരൊക്കെ കള്ളപ്പണി പണിയും, കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം നിന്ന് പാടി അല്ലെ. അത് വ്യത്യാസപ്പെട്ടിരിക്കും. അത് നമ്മളൊരു ഫിക്സ്ഡ് ആണെന്ന് പറയാൻ പറ്റൂല. ആ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? അത് അവിടെ നമ്മള് ആ സ്റ്റാഫ് മാറുന്നതിന് അനുസരിച്ച് സർവീസ് അതിന്റെ സ്റ്റാൻഡേർഡ് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി നോക്കി ഇവിടെ ലീവ് എങ്ങനെയാണ്? ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്, സ്റ്റാഫിന്റെ ലഭ്യത അല്ലെങ്കിൽ ലീവ് എങ്ങനെയാണ്? നോ ലീവ് റിലീഫ്, ലീവ് റിലീഫ് ഇല്ല. ഇവിടെ ലീവ് റിലീഫ് ഇല്ല. അതായത് ഇപ്പൊ മന്ത്ലി ഒക്കെ അവർക്ക് ഒരു ലീവോ രണ്ട് ലീവോ പറഞ്ഞിട്ടുണ്ടാവും. അത് കൂടാതെ അവർക്ക് വേറെ ലീവ് റിലീഫ് ഇല്ല. ഇവിടെ നോക്കി, കോൺട്രാക്ടർ പ്രൊവൈഡ് ദ ലീവ് റിലീഫ്. ഇവിടെ ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? കോൺട്രാക്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലീവ് റിലീഫ് കോൺട്രാക്ടർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്പെസിഫൈഡ് ഇൻ ദ TORS ടേംസ് ഓഫ് റെഫറൻസസ്. നിബന്ധനകൾക്ക് അനുസരിച്ച് എഴുതിയിരിക്കണം. നിബന്ധനകൾക്ക് അനുസരിച്ച് കോൺട്രാക്ടർ ആണ് ലീവ് റിലീഫ് കൊടുക്കുന്നത്. അത് എങ്ങനെയാണ്? സ്പെസിഫൈഡ് ഇൻ ദ ടേംസ് ഓഫ് റെഫറൻസ്. ആ കോൺട്രാക്റ്റില് നമ്മള് അല്ലെങ്കിൽ നിബന്ധനകൾ നമ്മൾക്ക് അനുസരിച്ച് നമ്മളത് വ്യക്തമായിട്ട് എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് പറയണം, സ്പെസിഫൈ ചെയ്യണം. ആ ഒരു കരാറിന്റെ നിബന്ധനകൾ കറക്റ്റ് ആയിട്ട് പറയണം. ഇനി അടുത്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി ജോലിയുടെ വിവരണം എങ്ങനെയാ? ആസ് ലേഡ് ഡൗൺ ബൈ ദ അതോറിറ്റീസ്. അതോറിറ്റീസ് നിശ്ചയിക്കുന്ന പ്രകാരമാണ് അവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ. ആസ് ലേഡ് ഡൗൺ ബൈ അതോറിറ്റീസ്, അധികാരികൾ നിശ്ചയിച്ച പ്രകാരമാണ്. ഇവിടെയോ ആസ് പെർ ദ ടേംസ് ഓഫ് റെഫറൻസസ് ഓഫ് ദ കോൺട്രാക്ട്, കോൺട്രാക്ടറിന്റെ ബേസ് ചെയ്തിരിക്കും. As per the terms of references of a contract, കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. ഒരു കരാറിന്റെ നിബന്ധനകൾക്കനുസരിച്ച് നിബന്ധനകൾക്കനുസരിച്ചായിരിക്കും ജോബ് ഡിസ്ക്രിപ്ഷൻ. As per the terms of references of the contract, കോൺട്രാക്റ്റിന്റെ ആ നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കും. അടുത്ത നോക്കി, എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി. നീ നല്ലൊരു ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നു. എങ്ങനെയാ? അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ചില സമയത്ത് നമുക്കിത് ബുദ്ധിമുട്ടാണ്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചില സമയത്ത് ബുദ്ധിമുട്ടാണ്.
ചിലപ്പോൾ നമുക്ക് ആ ക്വാളിറ്റി പരിപാലിക്കാൻ എന്താ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അറ്റ് ടൈംസ് ചില സമയത്ത് എന്താണ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നും ഓരോ സ്റ്റാഫുകൾ അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ അത് വെച്ചാൽ അത് കുറച്ചും കൂടിയും അത് ഇച്ചിരി കൂടി ടഫായിട്ട്. എന്ന് ഇവിടെ നോക്കിയേ, ഔട്ട്സോഴ്സ് സർവീസിലാണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട് വിത്ത് ഇൻബിൽറ്റ് പെനാലിറ്റീസ് ഫോർ പോർ പെർഫോമൻസ്. ഇവിടെ അങ്ങനെ ആ സർവീസിന്റെ ക്വാളിറ്റി മോശമാവാൻ പറ്റില്ല. എന്തുകൊണ്ടാ? എന്തെങ്കിലും അവർക്ക് കരാറ് കൊടുക്കണ ആ പണിയിലൊക്കെ എന്തെങ്കിലും കുറവാണെങ്കിൽ എന്ത് ഈടാക്കാൻ പറ്റും? പെനാലിറ്റീസ്, പിഴ ഈടാക്കാൻ പറ്റും. നമ്മൾ ഇത്ര രൂപ ഒരു എഗ്രിമെന്റിൽ ഈ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ എഗ്രിമെന്റ് കൊടുക്കുമ്പോൾ അവര് അത്രത്തോളം പെർഫെക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പൈസ കുറച്ച് കൊടുത്താൽ മതി. ആ കരാറ് നമ്മൾ കൊടുത്ത അത്രയും പറയണ്ട, നമുക്ക് പറയാല്ലേ ഞങ്ങൾ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ രീതിയിൽ ചെയ്യണേനാണ് ഇത്ര രൂപ പറഞ്ഞത്. പക്ഷെ ഇവിടെ ക്വാളിറ്റി മോശമാണ്, അതുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പെനാലിറ്റീസ് ഈടാക്കാൻ പറ്റും, പിഴ ഈടാക്കാൻ പറ്റും. ഇത് വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇൻഹൗസ് സർവീസസും ഔട്ട്സോഴ്സ് സർവീസസും അതിന്റെ ഒരു ഡിഫറൻസ് ആണ്. ഒന്നാമത്തെ കോളത്തിൽ ഇലമെന്റ്സ് ആണ്, 3 കോളം ഉണ്ട്. ഒന്നാമത്തെ കോളത്തിൽ അവിടെ ഇലമെന്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഓരോന്നും നമ്പർ, കൺട്രോള്, ഡിസിപ്ലിൻ, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, എൻഷുറിംഗ് ക്വാളിറ്റി. ഓക്കെ, ക്ലിയർ ആണോ? എന്നൊന്ന് പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കി. അച്ചീവോ RS എന്നുള്ള ഇല്ലേ, അതങ്ങ് നോട്ട് ചെയ്തോ കേട്ടോ. ടേംസ് ഓഫ് റെഫറൻസസ്, ടേംസ് ഓഫ് റെഫറൻസസ്, റെഫറൻസ്, ടേംസ് ഓഫ് റെഫറൻസ്. ടേബിളിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേര് അവിടെ. ഇൻഹൗസ് സർവീസും ഔട്ട്സോഴ്സ് സർവീസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ കാര്യങ്ങളില്. ഇലമെന്റ്സ് അവിടെ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ എങ്ങനെയാണ്, കൺട്രോൾ എന്താണ്, ഡിസിപ്ലിൻ എങ്ങനെയാണ്, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, ലീവ് എങ്ങനെയാണ്, ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ, ജോലിയുടെ വിവരണം എങ്ങനെയാണ്, എൻഷുറിംഗ് ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു. ഓക്കെ, ക്ലിയർ ആണോ? വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഔട്ട്കം ആണ്. ഇതൊന്ന് പഠിക്കണം, ടിക്കറ്റ് വെച്ചോ കേട്ടോ. ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ? ഔട്ട്കം എന്താണ്? ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഫലം എന്താണ്? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ. അല്ലെ, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക, കൺട്രോൾ നിയന്ത്രിക്കുക, ഇൻഫെക്ഷനെ നിയന്ത്രിക്കാനും ഒഴിവാക്കാനും പറ്റും. ഒരു ഫലല്ലേ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ളൊരു റിസൾട്ട് അല്ലേ അത്, അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറഞ്ഞ എന്താ ഫലം, അതിന്റെ ഫലം. നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ളതിന്റെ ഫലം എന്താ? അവോയ്ഡ് ആൻഡ് കൺട്രോൾ ദി ഇൻഫെക്ഷൻ. അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക, കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നിയന്ത്രിക്കുക. ഇൻഫെക്ഷനെ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും പറ്റും. ഇൻഫെക്ഷനെ ഒഴിവാക്കാനും നിയന്ത്രിക്കാനും പറ്റും. അടുത്ത് നോക്കി, കർട്ടൈൻ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. കർട്ടൈൻ എന്ന് വെച്ചാൽ എന്താ? റെഡ്യൂസ് എന്നാണ് കേട്ടോ, കുറയ്ക്കുക. ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. കർട്ടൈൻ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. കർട്ടൈൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് എന്നാണ്, കുറയ്ക്കുക, റെഡ്യൂസ്, കുറയ്ക്കുക. കർട്ടൈൻ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് ആ ലെങ്ത് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ? നല്ല ക്ലീൻ ആണ് ഹോസ്പിറ്റലിൽ, നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട്, നല്ല ക്ലീൻ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് രോഗം മാറി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോരാൻ പറ്റൂലേ? അല്ലേ? അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ മാറൂല, പിന്നെയും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ചൊല്ലി പിന്നെ കുറച്ച് ദിവസം കിടന്നു, അത് കഴിഞ്ഞ് പിന്നെ അത് മാറിയില്ല, പിന്നെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ആകാം, അങ്ങനെയൊക്കെ കുറെ നാള് ചിലപ്പോൾ കിടക്കേണ്ടി വരാം. പക്ഷെ ഇവിടെ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് അത് കുറയ്ക്കാൻ പറ്റും.
റെഡ്യൂസ് കുറയ്ക്കുക. അടുത്ത് നോക്കിയേ, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറിൽ ഉണ്ടാകുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, മെഡിക്കൽ ചിലവുകൾ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ, നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട്, നല്ല ക്വാളിറ്റി അവർ ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ കുറെ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരൂലേ, അല്ലേ? നല്ല ഹോസ്പിറ്റലാണ്, നീറ്റ് ഹോസ്പിറ്റലാണൊക്കെ നമ്മൾ 4 ആള് പറഞ്ഞേക്കുമ്പോ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി കൂടും. അപ്പൊ കുറെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരും. കുറെ ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോ എന്താ സംഭവിക്കണേ? ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടൂലേ? ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടുമ്പോഴോ എന്താ പറ്റുക? നമ്മളോട് ഈടാക്കുന്ന പൈസ, മെഡിക്കൽ കെയർ അല്ലെ, നമുക്ക് മെഡിക്കൽ ചികിത്സാ ചെലവിന് വരുന്ന പൈസ കുറയ്ക്കാൻ പറ്റൂലേ? അതെങ്ങനെയാ? കുറെ ആളുകളുണ്ട് ഹോസ്പിറ്റലില്, അങ്ങനെയാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നമുക്ക് വരുന്ന ചിലവുകൾ കുറച്ച് കുറയ്ക്കാൻ പറ്റും. ചിലവെന്നല്ല, നമുക്ക് ഫീസ് കുറയ്ക്കാൻ പറ്റും. അവര് അതിനനുസരിച്ചുള്ള ഫീസിൽ എന്തെങ്കിലും ഇത് വരും. ഇപ്പൊ 10 ആളുകളുള്ളിടത്ത് അവര് പറയട്ടെ ഭയങ്കര കുത്തി കൊന്നാ ഫീസ് എടുക്കണേന്ന് പറയും. കുറച്ച് പേരുള്ളൂ, അപ്പൊ ഉള്ളവരീന്ന് അവര് തട്ടിപ്പറിച്ചെടുക്കാന്ന് പറയില്ലേ, അല്ലെ? ഹോസ്പിറ്റലിൽ പേഷ്യൻസ് കുറവാണെങ്കിൽ എന്താ, ഉള്ള പേഷ്യന്റിന്ന് പിരിഞ്ഞെടുക്കും അവര്. ഉള്ള പേഷ്യന്റിന്ന് കുറെ ഫീസ് മേടിക്കും. എന്നാൽ ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ട് ഹോസ്പിറ്റലിൽ, നല്ല ഇൻകം ആണെങ്കിൽ അവരുടെ ഫീസ് ഒക്കെ ചിലപ്പോ അവര് കുറച്ച് വരാം. അതാണ് ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടും, അതിനനുസരിച്ച് ഒരു റീസണബിൾ ആയിട്ടുള്ള ഫീസ് ഈടാക്കിയാൽ മതി. അതാണ് പറഞ്ഞേക്കുന്നത് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയർ, രോഗി പരിചരണത്തിന്, ചികിത്സാ ചെലവ്, അതിന് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാന്ന് മനസ്സിലായോ? ഇങ്ങനെ കോസ്റ്റ് കുറയ്ക്കുന്നത്? കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഇൻകം കൂടും. ഹോസ്പിറ്റലിന്റെ വരുമാനം കൂടുമ്പോഴോ അവര് ഫീസ് കുറയ്ക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്ത് നോക്കിയാൽ കട്ട് പേഷ്യന്റ് സഫറിങ്. കട്ട് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. റെഡ്യൂസ്, കുറയ്ക്കുക. പേഷ്യന്റിന്റെ സഫറിങ്, രോഗിയുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഹോസ്പിറ്റലാണ്, നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റലില് ഉള്ള പേഷ്യൻസിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ നീറ്റ് അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ അടിച്ചു വരേണ്ടി വരാം, അല്ലെ? പ്രോപ്പറായിട്ട് ക്ലീൻ അല്ലെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ട് വരാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കഷ്ടപ്പാടല്ലേ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോ ക്ലീൻ ചെയ്യേണ്ടി വരാം. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താ, നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നോക്കി, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സഫറിങ്, കഷ്ടപ്പാടുകള്, അല്ലെ, അത് കുറയ്ക്കാൻ പറ്റും. രോഗികളുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. അങ്ങനെയും ഉണ്ട്. പിന്നെ നമുക്ക് നല്ല നീറ്റ് ആണെങ്കിൽ നമ്മുടെ രോഗമൊക്കെ വേഗം മാറുമല്ലോ. അപ്പൊ നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ കൂടിക്കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയത് കൊണ്ട് പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ പറ്റും. അടുത്ത് നോക്കിയേ, ഇന്ത്യൻ സിറ്റീസ് പബ്ലിക് റിലേഷൻ തീവ്രമാകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ പബ്ലിക്കുമായിട്ട് നല്ലൊരു ബന്ധം, നല്ല ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എന്ന് എല്ലാവരും ഒക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ്, പബ്ലിക് റിലേഷൻ ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും. ഇന്റൻസിറ്റീസ് തീവ്രമാകുക. ഇന്റൻസിറ്റി എന്ന് വെച്ചാൽ തീവ്രത. പബ്ലിക് റിലേഷൻ തീവ്രമാക്കുന്നു. ഇൻക്രീസ് ദ പോപ്പുലാരിറ്റി, ജനപ്രീതി വർദ്ധിക്കുന്നു. അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ, 4 ആള് പറഞ്ഞു തരുക, നല്ല നീറ്റ് ക്ലീൻ ഹോസ്പിറ്റലാണ്, നല്ല ക്വാളിറ്റി സർവീസ് ആണ്, നല്ല ഹൗസ് കീപ്പിംഗ് കാര്യങ്ങളുണ്ട് എന്നൊക്കെ 4 ആളുകൾ പറയുമ്പോഴെന്താ, നമ്മള് ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ജനപ്രീതി വർദ്ധിക്കുന്നു. അടുത്ത നോക്കിയേ, മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്. അങ്ങനെ വരുമ്പോഴെന്താ, കൂടുതൽ പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരും, അല്ലെ? ഞാനിപ്പോ അഡ്മിറ്റ് ആയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി നല്ല ക്ലീൻ നീറ്റ് ആണ്, നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഉണ്ട്. ഞാൻ വന്ന് പ്രിയോട് എന്തായാലും പറയൂലേ, പ്രിയ ആ ഹോസ്പിറ്റലിൽ പോയാൽ മതി കേട്ടോ, നല്ല ക്ലീൻ ആണ്, നല്ല നീറ്റാന്ന് പറയും. പ്രിയ നേരെ സൗപർണികയുടെ അടുത്ത് പറയും, അല്ലെ? അലീനയുടെ അടുത്ത് പറയും, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയും, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പറയും. അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകൾ ആ ഹോസ്പിറ്റലിലേക്ക് പോകൂലേ? മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്, കൂടുതൽ ആളുകള്
ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ കാരണമാകും. ദെൻ അടുത്ത നോക്കിയേ, ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, മികച്ച സംതൃപ്തി കിട്ടുന്നു. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് നല്ല സംതൃപ്തരല്ലേ, നല്ല സർവീസ്, നല്ല ക്വാളിറ്റി സർവീസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഹോസ്പിറ്റലിന്റെ സർവീസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഔട്ട്കം. എല്ലാവരും വായിച്ച് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഒന്നാമത്തെ എന്താ പറഞ്ഞേ, ഇൻഫെക്ഷനെ നിയന്ത്രിക്കാനും അവോയ്ഡ് ചെയ്യാനും പറ്റും, ഒഴിവാക്കാനും പറ്റും. പിന്നെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് അത് കുറയ്ക്കാൻ പറ്റും. മെഡിക്കൽ ചിലവുകൾക്ക് വരുന്ന കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പേഷ്യന്റിന്റെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുന്നു. പബ്ലിക് റിലേഷൻ തീവ്രമാക്കുന്നു. ജനപ്രീതി വർദ്ധിക്കുന്നു. പോപ്പുലാരിറ്റി വർദ്ധിക്കുന്നു. കൂടുതൽ ആളുകള് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നു. മോർ വിസിറ്റ് ഓഫ് പേഷ്യന്റ്, കൂടുതൽ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ഗ്രേറ്റർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി കൂടുന്നു. ആ ഹോസ്പിറ്റലിലുള്ള പേഷ്യന്റിന്റെ സംതൃപ്തി കൂടുന്നു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങള് അടുത്ത ക്ലാസ്സിലേക്ക് ഇന്ന് തന്നെ വായിച്ചു വെക്കണം. പിന്നെ നിങ്ങൾ പഠിക്കണ്ട, ഞാനത് ഷുവറായിട്ട് പറയാണ്, അത് മുതലേ പറയുന്നതാണ്, എങ്കിലും പറയാണ്. ജസ്റ്റ് കുറച്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ. ആ എടുക്കുന്ന അത്രയും ഒരു പ്രാവശ്യം എടുക്കണേക്കാളും മുന്നേ നിങ്ങൾ ഒരു 5 മിനിറ്റ് മതിയില്ല മാക്സിമം ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് അറിയാലോ. എക്സാം ഇപ്പൊ ഓൾറെഡി ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ. അന്നത്തെ വായിക്കുന്നവർക്ക് സിമ്പിൾ ആയിരുന്നു, വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി അവർക്ക്, അല്ലെ. അതനുസരിച്ച് തന്നെ നമ്മളപ്പോ തേർഡ് മൊഡ്യൂളിലേക്ക് കയറിയപ്പോ എല്ലാവരും തീരുമാനിച്ചൊരു കാര്യമാണ് അന്നൊന്ന് വായിക്കുക എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോരുക. അപ്പൊ എക്സാമിന് നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. നമുക്ക് എല്ലാം കൂടി ഇപ്പൊ ഓരോ ദിവസം എടുക്കുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യല്ലേ നിങ്ങള്. കുഞ്ഞു കാര്യങ്ങളല്ലേ, അതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കട്ടെ. ഒരു പ്രാവശ്യം കൂടി വായിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. ക്ലാസ് ഒക്കെ ഓക്കെ അല്ലേ, എല്ലാവർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ. ഓക്കെ, ഇച്ചിരി വലിയ ചാപ്റ്റർ ഒന്നും ഉള്ളൂ തേർഡും ഫോർത്തും മൊഡ്യൂളൊക്കെ. എന്നാലും പോർഷൻസ് ഒന്നും കുഴപ്പമില്ല. എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ പഠിച്ചു പോവുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്, നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഔട്ട്കം അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ബാക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. തേർഡും ഫോർത്തും മൊഡ്യൂൾ കഴിയുമ്പോ എക്സാം ഉണ്ട് കേട്ടോ. ഓക്കെ.